കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായതിനു പിന്നാലെ കുമളി സ്പ്രിംഗ് വാലിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. സ്പ്രിംഗ് വാലിയിൽ നിരന്തരമായി വന്യമൃഗശല്യമുണ്ടായിട്ടും വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നേരിയ വാക്കേറ്റവുമുണ്ടായി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു. ജെറിൻ, വനംവകുപ്പിനെതിരെ വീണ്ടും പ്രതിഷേധമുയർത്തി നാട്ടുകാർ ഒന്നടങ്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇന്നും കുമളിയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ജെറിൻ. ഷിബിൻ, ഇന്ന് ഉച്ചയ്ക്കാണ് സ്പ്രിംഗ് വാലി സ്വദേശി രാജീവിന് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് 4 മണിയോടുകൂടി വനംവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ കാട്ടുപോത്തിനെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നീ കാര്യങ്ങൾക്ക് ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്പ്രിംഗ് വാലി മേഖലയിലേക്ക് എത്തിയത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർക്കാകട്ടെ ഈ കാട്ടുപോത്തിനെ സ്ഥലത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ തിരിച്ചു മടങ്ങാൻ ഇറങ്ങിയ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. നാട്ടുകാർ പറയുന്ന പ്രധാനമായ ആവശ്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ മേഖലയിലെല്ലാം കാട്ടുപോത്തിന്റെ അതോടൊപ്പം തന്നെ പല വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇവിടെ കാട്ടുപോത്ത് അതോടൊപ്പം തന്നെ കാട്ടാനയുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ സാഹചര്യം ഉണ്ടായിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ വനാതിർത്തിയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിർത്താനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന പ്രധാന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. ഈ ആവശ്യത്തിലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ആവശ്യം ഉന്നയിച്ച വനംവകുപ്പ് ഓഫീസിലൊക്കെ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചു. എന്നിട്ട് പോലും ഇന്ന് ആക്രമണം നേരിട്ട ഈ ഒരു സ്പ്രിംഗ് വാലി സ്വദേശിയുടെ ചികിത്സാ ചെലവും വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞു. ഈ ചികിത്സാ ചെലവ് വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന കാര്യങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ നാളെ 5 മണിക്കുള്ളിൽ തന്നെ ഈ കാട്ടുപോത്തിനെയും അതിൽ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് ഏകദേശം 2-2.5 മണിക്കൂറോളം ഈ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തമ്മിൽ ഒരു വാക്കേറ്റവും തടഞ്ഞുവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ശ്രമിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ ഇതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ട പോലെ തന്നെ ചികിത്സാ ചെലവും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് വൈകിട്ട് കുമളിയുടെ മുരിക്കടി ഭാഗത്ത് ഒരു 5-6 കാട്ടുപോത്തുകളെ വീണ്ടും ഒരു കുന്നിന്റെ മുകളിൽ തന്നെ കാണാൻ സാഹചര്യമുണ്ടായി. കുമളിയുടെ പല മേഖലകളും ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വളരെ വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ വേനൽ കടന്നതോടുകൂടി തന്നെ കൂടുതൽ വന്യമൃഗങ്ങളാണ് ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ശക്തമായ നടപടി രാത്രി കാലങ്ങൾ ഉൾപ്പെടെ വനപാലകരെ വനാതിർത്തിയിലൊക്കെ നിയമിക്കണമെന്നാണ് ജനങ്ങൾ പ്രധാനമായിട്ടും മുൻപോട്ട് വെക്കുന്ന ആവശ്യം.